ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് മുന്തിരി വൈൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ കുറച്ച് മുന്തിരിക്ക് പോയി മേടിച്ചുകൊണ്ട് വന്ന് ഏകദേശം 6-7 കിലോ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ അതിലോട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. അങ്ങനെ മുന്തിരി എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഉപ്പുവെള്ളത്തിലേക്ക് കഴുകി നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല കുറച്ചുകൂടെ ഉണ്ട്, ഏകദേശം ഒരു 7 കിലോ ഉണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയത്തില്ല, 7-8 കിലോ. പിന്നെ അതിനുവേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ടയാണ് വേണം എടുത്ത് വെക്കണം. പിന്നെ ഈസ്റ്റ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സൂചി ഗോതമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നാട്ടിലൊക്കെ നെല്ലൊക്കെ ഇടാറുണ്ട്, ഇവിടെ നമ്മൾ നെല്ല് കിട്ടാറില്ലാത്തതുകൊണ്ട്. പിന്നെ 2 പാക്കറ്റ് ഷുഗറും ഇടാറുണ്ട്. പക്ഷേ മുന്തിരിക്ക് നല്ല മധുരമുള്ളതാണ് കേട്ടോ, ഓണിയൻ നോക്കിയിട്ട് ഇട്ടുള്ളൂ ഷുഗർ. ഓക്കെ, അപ്പോൾ എന്താ നല്ല സാധാരണ നാട്ടിൽ നമ്മൾ ചില്ല് പാത്രത്തിലോ അല്ലെങ്കിൽ ഭരണിയിലേക്കാണ് ഇടുക. ഇവിടെ ചില്ല് കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് സ്റ്റീലിൻ്റെ ഒരു പാത്രം കിട്ടി, അതിലാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിന് നമ്മൾ മുന്തിരി ലൈറ്റ് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വൈൻ ഇടൽ പറ്റ ഫ്ലോപ്പായിരുന്നു. കാരണം ഞാൻ യൂട്യൂബൊക്കെ നോക്കി ആൾക്കാരോട് ചോദിച്ചൊക്കെയാണ് തുടങ്ങിയത്. ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഏകദേശം 2016 കാലഘട്ടങ്ങളിൽ, 15-16 കറക്റ്റ് ഓർക്കുന്നില്ല. ഞാൻ കുവൈറ്റുണ്ടാകുന്ന സമയത്ത് ഞാൻ എൻ്റെ റൂംമേറ്റും കൂട്ടുകാരനും കൂടെ ഇടുമായിരുന്നു. മുന്തിരി ഇട്ടിട്ടുണ്ട്, ഓറഞ്ച്, ആപ്പിള്, മറ്റേ എന്താ പറയുന്നത്, ഈന്തപ്പഴം, അതൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ തന്നെ ഇട്ടില്ല, പിന്നെ അത് മറന്നും പോയി, ഒരുപാട് നാളായല്ലോ. അപ്പോൾ ഞാൻ എന്താ പറയുക, അവസാനമായപ്പോൾ പറ്റ ഫ്ലോപ്പായി. അത് അവസാനം പറയാം എന്നാ സംഭവിച്ചതെന്ന്. എന്തായാലും തുടക്കമൊക്കെ അടിപൊളിയായിരുന്നു. ആവശ്യത്തിന് മുന്തിരി, നല്ല മധുരമുള്ള മുന്തിരി എല്ലാം ഒക്കെയാണ്, പഞ്ചസാരയാണെങ്കിലും ഒക്കെ ഇട്ട് അതിൻ്റെ വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് സെറ്റാക്കിയിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പാത്രമാണെങ്കിൽ നല്ല സൂപ്പർ പാത്രമായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രമാണത്. നാട്ടിൽ നിന്ന് ഇൻഡക്ഷൻ, വീട്ടിലൊരു ഇൻഡക്ഷൻ കുക്കർ വെപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ആരും യൂസ് ചെയ്യുന്നില്ല. അവർ ഇപ്പോഴും വിറകടുപ്പിലും മണ്ണിൻ്റെ സ്ഥലത്തിലേക്കാണ് കഞ്ഞി വയ്ക്കുന്നത്. അപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരുന്ന് പോകണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനിത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളത് ട്രൈ നോക്കിയപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ടില്ല. സംഭവമൊക്കെ വയ്ക്കാനും, പക്ഷേ എന്താണോ അത് ശീലിക്കാത്തതുകൊണ്ടായിരിക്കാം അത് വേണ്ടെന്ന് വെച്ച് മാറ്റി വെച്ചൊക്കെ വന്നു. പക്ഷേ ഈ മുന്തിരി മേടിച്ചിട്ടൊന്ന് വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്തിനാ വെറുതെ ഇനി എന്താ പറയുന്നത്, ഈ ചില്ലിൻ്റെ കുപ്പി നോക്കി പോകുന്നത്, ഇതിലും കിട്ടാൻ പോലെ നല്ല സ്റ്റീലിൻ്റെ ആണ്. അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിളിൽ തപ്പി കഴിയുമ്പോൾ സ്റ്റീൽ കുഴപ്പമില്ല, ഏറ്റവും നല്ല ഗ്ലാസ്സാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റീൽ ഓക്കെയാണ്, പ്ലാസ്റ്റിക് അല്ലല്ലോ. പിന്നെ അത് തന്നെ ഇട്ടേക്കാമെന്ന് വെച്ചു. എല്ലാം ആവശ്യത്തിന് എല്ലാ ചേരുവകളും ചേർത്ത് നമ്മുടെ ഒക്കെ നേരത്തെ പറഞ്ഞല്ലോ, മറ്റേ കാർഡമോൺ, സിനമോണൊക്കെ ചേർത്തു. പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി. പിന്നെ ലെയറായിട്ട് പഞ്ചസാര ഇടും. ഞാൻ ആലോചിക്കുക എന്തിനാ ലെയറായിട്ട് പഞ്ചസാര ഇടുന്നത്, എന്തായാലും നമ്മൾ അവസാനത്തെ ഇളക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വലിയൊരു അബദ്ധം കാണിച്ചു. അബദ്ധമല്ല, അന്നത്തെ എൻ്റെ അവസ്ഥയിൽ അബദ്ധമല്ലായിരുന്നു. നാട്ടിൽ ഞാൻ ഈ ഗോതമ്പൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗോതമ്പ് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അരി ഇങ്ങനെ എടുത്തിട്ടു. എന്തൊരാളെന്ന് വെച്ച് അതോ ഇട്ടതാണെങ്കിലോ സാധാരണ തുണിയിലേക്ക് കെട്ടി ഇടുന്നതാണ്, ഞാൻ ചുമ്മാ കിട്ടു. അതുകൂടാതെ കുറച്ച് സൂചി ഗോതമ്പ് ഉണ്ടായിരുന്നു, അതും കൂടി ഇങ്ങനെ എടുത്തിട്ടു. കുറച്ച് വൈനല്ല, കുറച്ച് വീര്യം കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണല്ലോ, നല്ല ഇതാണല്ലോ. കാരണം ഇത് വൈൻ്റെ ഒരു ഗുണം തന്നെ, അത് നമ്മൾ ഇരിക്കും തോറും നല്ല ഗുണം കൂടും. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊക്കെ ഇട്ടു, എല്ലാം സെറ്റാക്കി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാം മൂടി കെട്ടി എല്ലാം സെറ്റപ്പാക്കിയാണ് വെച്ചേക്കുന്നത്. അത് തവിക്കാണെങ്കിലും അതേ, ആ തവി അതിന് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇളക്കാൻ, വേറെ ഒന്നും ഇളക്കാൻ ഉപയോഗിച്ചിട്ടില്ല. അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചു. ഇതിലാണെങ്കിൽ നല്ല ഇതൊക്കെ കെട്ടി, നല്ല മൂടിയൊക്കെ വെച്ച് തോർത്ത് വെച്ച് കെട്ടി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചു. അങ്ങനെയൊക്കെ ഇറക്കി വെച്ച് നല്ല ഭദ്രമായിട്ട് ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചൊക്കെ വെച്ചു താനും. എന്തായാലും 10-25 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ, എൻ്റെ കൂട്ടുകാരൻ വന്നപ്പോൾ ഞാൻ ചുമ്മാ കാണിച്ചു നോക്കിയടാ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞ് കാണിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു, ചേട്ടാ ഇത് വൈൻ്റെ ആ സ്റ്റേജ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാരണം ഇത്രയും കഷ്ടപ്പെട്ടു, നമ്മളൊരു ആഗ്രഹം, ക്രിസ്മസൊക്കെ ആകുമ്പോൾ ഒരു വൈൻ കുടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. വേറെ മേടിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു വൈൻ കുടിക്കാമെന്ന് പറയുമ്പോൾ ഒരു ഇതാണല്ലോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ ആ മോഹം വിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും നോക്കട്ടെ, 10-40 ദിവസം നോക്കട്ടെ എന്ന് വെച്ചു. ഇങ്ങനെ ഇട്ടു. 10-30 ദിവസമൊക്കെ ഇട്ട് എന്ന് നോക്കി എന്ന് കഴിഞ്ഞപ്പം രക്ഷയൊന്നുമില്ല. അവസാനം നോക്കിയപ്പോൾ വൈനായിട്ട് കുടിക്കൽ അത്ര സേഫ് അല്ല. ചിലപ്പോൾ വല്ല വയറിനൊക്കെ ഇൻഫെക്ഷൻ വന്നാലോ, വല്ല ലൂസ് മോഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നല്ല സാധനം സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവസാനം ഞാൻ അറ്റാക്കി ഞാൻ വേറൊരു പരിപാടി ചെയ്യുന്നു, പക്ഷേ അതിവിടെ പറയാൻ പറ്റത്തില്ല. എന്തായാലും റിസൾട്ട് കുഴപ്പമില്ലായിരുന്നു. വൈൻ കുടിക്കാൻ പറ്റിയില്ലെങ്കിലും സാധനം വേസ്റ്റ് ചെയ്ത് നമ്മൾ കളഞ്ഞില്ല. എന്തായാലും സൂപ്പറായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വൈനിടുന്നുള്ള ആഗ്രഹം ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോൾ ഓരോരോ പാഴ്ചകളിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത തവണ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് നോക്കി ഇടണമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താ പറയുന്നത്, മുന്തിരിക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മുന്തിരി കിട്ടും. അപ്പോൾ നമുക്കിത് ഇടാൻ റീസെൻ്റ്ലി ഇടുന്നില്ല കേട്ടോ, ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ ക്രിസ്മസൊക്കെ കഴിഞ്ഞ് കുറച്ച് പതുക്കെ ഇടുന്നുള്ളൂ. അടുത്ത് ഇനി ഈസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ നോക്കാം. അപ്പോൾ എന്തായാലും എന്താ പറയുന്നത്,
വൈനിട്ടുകൊണ്ട് അങ്ങനത്തെ ഒരു അതും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെയോ സെറ്റാക്കി സംഭവം എന്താ പറയുന്നത് ഉപയോഗിച്ച സംഭവം എന്തായാലും. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വൈനിട്ട് സക്സസ് ആവുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ആ വൈൻ്റെ വീഡിയോ ഇടുന്നതിൻ്റെ വീഡിയോ കാണിക്കാം. എന്തായാലും ഈ പ്രാവശ്യം ഫ്ലോപ്പായല്ലോ. ഓക്കെ, ഇപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ അവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.